മലയാളം, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് മൂവീസ് കാണാനും ഡൗൺലോഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷന്റെ ലിങ്കാണ് ഇപ്പോൾ ഈ വീഡിയോന്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ആദ്യം ആ ലിങ്ക് മാത്രം അയച്ചപ്പോൾ പല ആളുകൾക്കും അത് വർക്ക് ചെയ്യാൻ അറിയാത്തത് കാരണം പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, ഡൗൺലോഡ് മാത്രമേ കിട്ടുന്നുള്ളൂ, അതല്ലെങ്കിൽ ഡൗൺലോഡും പ്ലേ ചെയ്യാനോ ഒന്നും കഴിയുന്നില്ല, അങ്ങനെ പല കംപ്ലൈന്റുകളും പറയണ്ടായി. അപ്പം നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്ന ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അതിന്റെ ഫ്രണ്ട് പേജ് ഇങ്ങനെ വരും. അതിൽ ഹോം എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ഫസ്റ്റ് വരിക. അതിനകത്ത് നമ്മൾ ഹിന്ദി, തമിഴ് അങ്ങനെ പുതുതായിട്ട് ഈ സൈറ്റിലേക്ക്, ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള മൂവീസ് ഇവിടെ ആദ്യമേ കാണാം. പിന്നെ നമുക്ക് മലയാളം മാത്രമാണ് വേണ്ടതെങ്കിൽ മലയാളം എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ മലയാളം മൂവീസ് ഇതിൽ ആഡ് ചെയ്തതൊക്കെ ആദ്യമായിട്ട് കാണാം. ഓക്കെ, അതുപോലെ തന്നെ തമിഴ്, അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഒരു മലയാളം മൂവി ഞാനിവിടെ കാണുകയോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുകയോ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂവി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് നമുക്ക് ഏത് ബ്രൗസറിനകത്താണ് ഈ മൂവി ഓപ്പൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിൻഡോ ആണ് വരുന്നത്. ഇതിൽ ഒരിക്കലും നിങ്ങൾ നമ്മളെ ഫോണിനകത്തുള്ള ഈ ഒരു ബ്രൗസർ എടുക്കരുത്. ഇതോ അതല്ലെങ്കിൽ ക്രോം ബ്രൗസറോ എടുക്കാൻ പാടില്ല. അത് രണ്ടും വെറുതെയാണ്. നമ്മൾ എപ്പോഴും നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ ആയാലും അതല്ലെങ്കിൽ ഇനി പഴയ സാധാരണ നോക്കിയോന്റെ ഫോൺ ആണെങ്കിലും യൂസി ബ്രൗസർ യൂസ് ചെയ്യാം. ഐഫോണിൽ എത്രത്തോളം ഇത് പെർഫെക്റ്റ് ആണെന്ന് എനിക്കറിയില്ല. ഐഫോൺ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവരും അതല്ലെങ്കിൽ നോക്കിയ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളും ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റ് ഏത് ബ്രൗസിങ്ങിനാണെങ്കിലും യൂസി ബ്രൗസർ ആണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഞാൻ തരുന്ന ലിങ്കുകൾ ഡൗൺലോഡ് ചെയ്യാനും ഏറ്റവും നല്ലത് ഇത് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ യൂസി ബ്രൗസറാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനകത്ത് യൂസി ബ്രൗസറിനകത്ത് അത് ഓപ്പൺ ചെയ്തു. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൂവി ലിങ്ക് നമ്മളുടെ യൂസി ബ്രൗസറിനകത്തേക്ക് ഓപ്പൺ ആവും. ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു കൗണ്ട് ഡൗൺ നടക്കുന്നത്, ഒരു നമ്പർ ഇങ്ങനെ ഡൗൺ ആയി വരുന്നത് കണ്ടോ. അപ്പൊ അത്രയും സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നർത്ഥം. അപ്പൊ അത് 0 ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഡൗൺലോഡ് എന്ന് കാണുന്ന ആ നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു നീല ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വിൻഡോയിലേക്ക് വരും. ഇതിനകത്ത് വീണ്ടും ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണാം. അതിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നോക്കുക, ഇവിടെ നമ്മളെ യൂസി ബ്രൗസർ ആയത് കാരണം പ്ലേ ഓൺലൈൻ, അതുപോലെ ഡൗൺലോഡ്, ക്ലൗഡ് ഡൗൺലോഡ് 3 ഓപ്ഷൻസ് കാണാം. ഇതിനകത്ത് പ്ലേ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ മൂവി പ്ലേ ചെയ്ത് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പൊ നോക്കുക, ഞാനിത് കാണാൻ പോവുകയാണ്. കണ്ടോ, അത് ലോഡ് ആവുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ അല്പസമയം, അത് 100 ആവുന്നവരെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂവി വാച്ച് ചെയ്യാം. എന്റെ നെറ്റ് വളരെ സ്ലോ ആണ് ഇന്ന്, അത് കാരണമാണ് ഇത്രയും ടൈം. ഇല്ലെങ്കിൽ ഇതിലും ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ട് കാണുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റ് ആണെങ്കിൽ മാത്രം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ബഫർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നെറ്റ് സ്ലോ ഉള്ള കൂട്ടുകാരൊക്കെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കാണാം. നല്ല ഹൈ സ്പീഡ് നെറ്റുള്ള സുഹൃത്തുക്കളാണെങ്കിൽ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ കണ്ടോ, ഈ ഒരു മൂവി നമ്മൾ ഡൗൺലോഡ് ചെയ്യാതെയാണ് ഇപ്പോൾ ഈ വാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ടൈമൊക്കെ ഇങ്ങനെ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡ് ഉണ്ട്, അങ്ങനെ കാണാൻ കഴിയും. ഓക്കെ, ഇനി ഡൗൺലോഡ് ആയിരുന്നു നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന ഈ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വീണ്ടും ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പൊ ആ മൂവി ഇവിടേക്ക് ഡൗൺലോഡ് ആവുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. കണ്ടോ, 391 MB ഉണ്ട്, അത് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ഏകദേശം ഒരു മണിക്കൂറോളം എടുക്കും തോന്നുന്നു, നമ്മളെ നെറ്റിന്റെ സ്പീഡിനനുസരിച്ച്. അപ്പോൾ അത് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഓക്കെ, ഞാനതൊന്നും ഡൗൺലോഡ് ചെയ്യുന്നില്ല, ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് മൂവി വാച്ച് ചെയ്യാനോ അതല്ലെങ്കിൽ കാണാനോ. ഇതിലേത് മൂവി വേണമെങ്കിലും ഇതുപോലെ സെലക്ട് ചെയ്യാം, യൂസി ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണിക്കുന്ന ഈ ഒരു സെക്കൻഡ് കൗണ്ട് ഡൗൺ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസി ബ്രൗസറിനകത്ത് പ്ലേ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട്. വീണ്ടും ഈ കാണുന്ന നീല ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നേരത്തെ കണ്ട പോലെ തന്നെ പ്ലേ ഓൺലൈൻ ഡൗൺലോഡ്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ
ഇനി ബുദ്ധിമുട്ടില്ലാതെ യൂസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഈ മൂവി ആപ്ലിക്കേഷന്റെ കൂടെ UC ബ്രൗസറുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.